എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർ ഈ പറയുന്ന 5 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് കുനിഞ്ഞുകൂടും. അതിന് യാതൊരു സംശയമില്ല. ഞാൻ രോഹിണി നക്ഷത്രത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം ബാക്കിയുള്ള നക്ഷത്രത്തെക്കുറിച്ച് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 5 കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് ലാഭം ഉണ്ടാകും. അതായത് പൈസ കൊണ്ട് നിങ്ങൾ അമ്മാനമാടി കളിക്കാം. അപ്പോൾ 5 കാര്യങ്ങൾ ഞാൻ പറയണം. ഒന്നാമത്തെ കാര്യം, വിശാഖം നക്ഷത്രത്തെക്കുറിച്ച് ഏകദേശം എല്ലാവർക്കും എല്ലാ ആൾക്കാരെ കുറിച്ചും അറിയാം. അതിനകത്ത് ഫലങ്ങളുണ്ട്, ഈ പറയുന്ന പക്ഷി മൃഗം. അപ്പോൾ വിശാഖം നക്ഷത്രം സുബ്രഹ്മണ്യ ഭഗവാന്റെ നാളാണ് അല്ലെ. വിശാഖം, വിശാൽ എന്നാണ് അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്നത്. വിശാൽ എന്നൊരു പേരുണ്ട്. പൂയം നക്ഷത്രമല്ല, പൂയം തൈപ്പൂയം കൊണ്ടാടുന്ന ഒരു ഇതാണ്. അതായത് താരകാസുരനെ വധിച്ചതിന് ശേഷം സുബ്രഹ്മണ്യനെ ദേവന്മാരെല്ലാവരും കൂടെ ദീപാലങ്കാരം കൊണ്ട് അലങ്കരിക്കുന്ന ഒരു സംഭവമാണ് തൈപ്പൂയം. ശരിക്കും പറഞ്ഞാൽ സുബ്രഹ്മണ്യ നക്ഷത്രം എന്ന് പറഞ്ഞാൽ വിശാഖം നക്ഷത്രമാണ്. അപ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിട്ട് 1 രൂപ നാണയം അവിടെ ഇരിക്കുന്ന തിരുമേനിമാരോട് പറഞ്ഞ്, തിരുമേനി ഇതിൻ്റെ പേസിൽ വെക്കാണ്, ഇതൊന്ന് ജപിച്ചു തരാൻ പറയണം. ജപിച്ചു തരുക എന്ന് മാത്രം പറയും. അപ്പോൾ തിരുമേനി ചിലപ്പോൾ അവിടെ ശ്രീസുക്തോ ഇല്ലെങ്കിൽ ധനാകൃഷ്ണോ വശ്യോ ചെയ്ത് ആ 1 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ചുമന്ന പട്ടിനകത്ത് പൊതിഞ്ഞ് ഒരു നൂല് കൊണ്ട് നമ്മൾ തന്നെ കിട്ടുക. കാരണം ഈ പൈസ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേഴ്സിനകത്ത് ഇട്ടേക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും, നെഗറ്റീവ് എനർജി മാറി. അപ്പോൾ സമ്പത്തിലേക്കുള്ള ആദ്യത്തെ ഒരു വഴി തുറന്നു കിട്ടി. രണ്ടാമത്തെ കാര്യം വെള്ളിയാഴ്ച ദിവസം പോയി സമ്പത്ത് ലാഭത്തിന്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ പൈസ വരത്തില്ല, നമ്മൾ ജോലിക്കും കൂടെ പോകണം. അപ്പോൾ ഇത് സമ്പത്ത് ലാഭത്തിന് വേണ്ടിയാണ്. അതായത് ഒരാളുടെ കയ്യിൽ 5000 രൂപ ആ വ്യക്തിക്ക് മാസം കിട്ടുവാണെങ്കിൽ അനാവശ്യമായ ചെലവുകൾ വരാതെ, അതായത് അനാവശ്യമായ രീതിയിൽ പൈസ പോകാതെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന മാർഗം മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ഇത് ചെയ്തുകൊണ്ട് ജോലിക്ക് പോകാതിരുന്ന പൈസ വരത്തില്ല, നമ്മൾ കർമ്മം കൂടെ ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ കാര്യം, മഹാലക്ഷ്മി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ശ്രീസുക്തം കൊണ്ട് അർച്ചന, അതായത് ശ്രീസുക്ത അർച്ചന എന്ന് പറയുന്നത് ചൊവ്വയോ വെള്ളിയോ ഇല്ലെങ്കിൽ ഞായറാഴ്ച ലീവ് ഉണ്ടെങ്കിൽ ഞായറാഴ്ച പോയി ചെയ്യാം. കാരണം ജോലിക്കാർക്കൊക്കെ ചൊവ്വ വെള്ളിയാഴ്ചയൊക്കെ ഈ പറയുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞായറാഴ്ച പോയി ചെയ്തിട്ട് ശ്രീസുക്ത അർച്ചന, അത് നമ്മുടെ പേരിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് വിഷ്ണു വിശാഖം നക്ഷത്രം, വിഷ്ണുവിൻ്റെ നക്ഷത്രം വിശാഖമാണ്. അപ്പം വിഷ്ണു പോയി ഈ പറയുന്ന ശ്രീസുക്തം അർച്ചന ദേവിക്ക് ചെയ്യുക. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ പക്കപ്പിറന്നാൾ ഓറും വിശാഖ നക്ഷത്രം വരുമ്പോഴത്തേക്ക് നവഗ്രഹത്തിന് പോയി 9 വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന ചെയ്യുക. അതായത് നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി, കാരണം നവഗ്രഹ അർച്ചനയ്ക്ക് തലേദിവസം എനിക്ക് തോന്നുന്നു രസീത് എടുക്കേണ്ട കാര്യമില്ല. കാരണം അപ്പം തന്നെ ചെയ്തൊരു 9 പേർക്ക് 9 അർച്ചന തിരുമേനി ചെയ്യുന്ന സമയത്ത് നമ്മൾ 9 വലത്ത് പൂർത്തീകരിച്ച് പ്രസാദം മേടിക്കുക. അപ്പം സമ്പത്തിലേക്കുള്ള അടുത്ത ഘട്ടം കൂടെയാണ് തുറന്നു തന്നേക്കുന്നത്. ഇനി നാലാമത്തെ കാര്യം വളരെ എളുപ്പമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപാസനമൂർത്തിയോ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ചിലവർക്ക് സുബ്രഹ്മണ്യനെ ഇഷ്ടമല്ലായിരിക്കാം, ചിലവർക്ക് കൃഷ്ണനെ ആയിരിക്കും കൂടുതൽ ഭക്തി, ചിലവർക്ക് അയ്യപ്പൻ, ഹനുമാൻ, അത് ഏത് ഈശ്വരനും ആയിക്കോട്ടെ, ഈശ്വരൻ്റെ രൂപത്തിലുള്ള ഏത് ശക്തികളും ആയിക്കോട്ടെ, നമ്മൾ ആ ഉപാസനമൂർത്തി ഒരു തിരി കത്തിച്ച് രാവിലെ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചിറങ്ങുക. നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകും. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, ജോലിക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാനാണെങ്കിൽ ഈ കേട്ടോണ്ടിരിക്കുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ജോലി ചെയ്യാതെ നമുക്ക് ചുമ്മാതാരും പൈസ തരത്തില്ല. ഒരു ഉദാഹരണമാണ്, അങ്ങനെ ചെയ്യണം. ഈശ്വരൻ പറഞ്ഞിങ്ങനെ കർമ്മം ചെയ്യുക. ഒരു ഉദാഹരണത്തിന്, ഞാൻ ഭയങ്കര ഈശ്വരൻ്റെ ഭക്തനാണ്. ഞാൻ വെള്ളവും ദാഹവും കുടിക്കാതെ ഈ പറയുന്ന രോഗം വന്ന ആശുപത്രിയിൽ പോകാതെ ഇരുന്നാൽ എനിക്ക് അസുഖം വരും, ചിലപ്പോൾ എൻ്റെ രോഗം കൂടും. ഞാൻ ഈ പറയുന്ന ഈശ്വരൻ എപ്പോഴും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരം നിർത്തി നമ്മൾ കൃത്യമായ രീതിയിൽ ആഹാരം കഴിക്കണം. അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കണം. അതേപോലെ പൈസ വേണമെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ജോലിക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടൂ. അതാണ് അഞ്ചാമത്തെ കാര്യം. പിന്നെ നമ്മൾ പൈസ വരാൻ വേണ്ടി, അതായത് നമുക്ക് ചില കാര്യങ്ങൾക്ക് തടസ്സം വരാൻ വേണ്ടി, ആ തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്താണ് പറയുന്നത്, ഈശ്വരനെ ആരാധിക്കുന്നത് അല്ലേ. ആ ഒരു തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടി, നെഗറ്റീവ് ഒരു എനർജിയെ പോസിറ്റീവ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈശ്വര ആരാധന കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമുക്കൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വ്യക്തിക്ക് സാമ്പത്തികം വേണം, അപ്പോൾ ലോൺ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞ്, അപ്പോൾ ലോൺ കിട്ടുമെന്ന് ഉറപ്പാണ്, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ അവിടെ കുറേ തടസ്സങ്ങളും കാര്യങ്ങളും മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈശ്വര എനിക്കെൻ്റെ ലോൺ കിട്ടണം, അപ്പം നമുക്കൊരു വിശ്വാസം കൂടും. നമ്മൾ ക്ഷേത്രത്തിൽ പോകാം, നമുക്ക് കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കും. കാരണം നമ്മൾ അവിടെ ചെന്ന് ലോണിന് വേണ്ട കാര്യങ്ങളൊക്കെ പാസ്സാക്കി, അപ്പോൾ അവർ ബാങ്കുകാർ നോക്കുമ്പോൾ നമുക്ക് നിലവിൽ കുടിശ്ശികളും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പം നമുക്ക് ലോൺ കിട്ടും. അപ്പോൾ അതിനുള്ള തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ നിരീക്ഷിച്ചത്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കർമ്മം ചെയ്ത് അല്ലേ, നമ്മൾ കർമ്മം ചെയ്തത്. ഇപ്പോൾ ഫലത്തിനുള്ള ചെറിയ തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങൾ തോറും വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
അത് നമ്മുടെ വിശ്വാസമാണ്. ഇപ്പം ഈ പറയുന്ന ഒരു നമുക്ക് തിരിച്ച് ചിന്തിക്കാം. നമ്മൾ ബാങ്കിലൊന്നും പോയി അന്വേഷിക്കുന്നില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് പറയാം, ഭഗവാനെ എനിക്ക് ലോൺ പാസ്സാക്കി തരണം, 2 ലക്ഷം രൂപയാണ്. ഞാൻ ഭഗവാനെ ഇല്ലെങ്കിൽ ഏറ്റവും വലിയ വഴിപാടൊക്കെ ചെയ്യുന്ന ചില മണ്ടന്മാരായ ആൾക്കാർ നേരാറുണ്ട്. പക്ഷെ അവർ ബാങ്കിൽ പോയി അന്വേഷിക്കുക, ഈ പറയുന്ന കാര്യങ്ങൾ, ഈശ്വര എനിക്ക് 2 ലക്ഷം രൂപ വേണം. അപ്പോൾ ഇവർ ബാങ്കിലൊന്നും പോയി അന്വേഷിക്കത്തില്ല. കുറച്ച് കഴിഞ്ഞ് ഇവർ ഒരു രീതിയില്ലാതെ ബാങ്കിൽ ചെല്ലും, എനിക്ക് 2 ലക്ഷം. അപ്പം നിങ്ങൾക്ക് ഇതിനു മുമ്പ് ലോണും കാര്യങ്ങളും കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടത്തില്ല. അപ്പം പുള്ളി പറയും ഈശ്വരനൊന്നും ഇല്ലെന്ന് പറയും, കാരണം നമ്മൾ കർമ്മം ചെയ്തില്ല. അപ്പോൾ നമുക്ക് നേരത്തെ പൈസ ഉണ്ടാണെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ മറികടക്കണം, അല്ലേ? കൊടുക്കാനുള്ളവരിൽ നിന്ന് പൈസയൊക്കെ കൊടുത്ത് നമുക്കൊരു പൈസ കിട്ടുന്ന വിധത്തിൽ ഒരു ഉറപ്പ് കിട്ടും എല്ലാ ആൾക്കാരിൽ നിന്ന്. ഒരു കടം മേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കറക്റ്റായിട്ട് ആ വ്യക്തിക്ക് പൈസ തിരിച്ചു കൊടുക്കണം, അപ്പോൾ നമുക്ക് വീണ്ടും തരും. അപ്പോൾ അവനൊരു മനസ്സ് തോന്നിക്കും, അവിടെയാണ് ഈശ്വരൻ എന്നൊരു ചിന്ത ഉണ്ടാകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ വിശാഖം നക്ഷത്രക്കാരെയും ഞാൻ പറയുന്ന പോലെ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പൈസ ധാരാളം ഉണ്ടാകും. ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങളും പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ റോഡിൽ വീണ് ചിലപ്പം നമുക്ക് തലയടിച്ചായിരിക്കും വീണത്, പക്ഷെ നമ്മൾ ഈശ്വര അനുഗ്രഹത്താൽ ഒന്നും പറ്റില്ല. അവിടെയാണ് നമ്മുടെ ഈശ്വര അനുഗ്രഹം നമ്മൾ വിലപ്പെട്ടതാകുന്നത്. ഈശ്വരൻ എല്ലായ്പ്പോഴും പല പല രൂപത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും, അതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ ജോലിക്ക് പോകി പൈസ കിട്ടത്തുള്ളൂ. പിന്നെ അതിലെ തടസ്സങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.